മാല കിട്ടി. ഈ ബിന്ദു എന്നല്ല ഇവരുടെ പേര്, ബിന്ദു അല്ല ഇതിൻ്റെ മോഷ്ടാവ്, അല്ലെങ്കിൽ ബിന്ദു മോഷ്ടിച്ചതല്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഞാൻ വേറെ സംഗതി വയ്ക്കാം. ബിന്ദു ആണിത് മോഷ്ടിച്ചതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത് മാല കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഇവരെ എന്താണ് കക്കൂസിൽ പോയി വെള്ളം കൊടുത്തില്ല, കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു, ഇതൊക്കെ ചർച്ചയാകുമായിരുന്നു. ഇല്ല. ഒരു മോഷ്ടാവിന് വെള്ളം കൊടുക്കാതിരിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. അയാളോട് കക്കൂസിൽ പോയി വെള്ളം കുടിച്ചോളാൻ പറയാൻ അവകാശമുണ്ടോ? പറ്റില്ല. ഇല്ല. നമ്മളിത് ചർച്ച ചെയ്യുന്നത് പോലെ എന്തുകൊണ്ടാണ്? മാല കിട്ടിയതുകൊണ്ടാണ്. നിരപരാധിയാണെന്ന് സുവ്യക്തമായി തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഇന്നിങ്ങനെ സംസാരിക്കാൻ പറ്റും? അപ്പോൾ ഇതാണ് പ്രശ്നം. ഒരു നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമങ്ങൾ ഒരു മോഷ്ടാവിന് ഏതൊരു ക്രിമിനലിനും അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളുണ്ട്. വെള്ളം അതിലേറ്റവും പ്രഥമമായുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ വെള്ളം ചോദിച്ച ഒരാളോട് പോയി കക്കൂസിൽ പോയി കുളിച്ചോളൂ എന്ന് പറയാൻ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഇവർ PSC ഒക്കെ എഴുതിയിട്ടല്ലേ പോലീസാവുന്നത് അല്ലേ? പോലീസിൽ കൂടുതലും MA ക്കാരും MPhilകാരും എന്നൊക്കെയാണ് ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളത്. അതൊരു ദീർഘകാലം പഠിച്ച് PSC എഴുതി പിന്നെ പോലീസ് അക്കാഡമിയിൽ കോച്ചിങ് കഴിഞ്ഞ് പോലീസ് അക്കാഡമിയിൽ ഇവരെന്താ പഠിപ്പിക്കണം? പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ്. നാട്ടിലെ ലോ എന്താണ്? ആ ലോ മര്യാദയ്ക്ക് ഇവിടെ എൻഫോഴ്സ്ഡ് ആകാതിരിക്കുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഏജൻസിയാണ് ഇത്രയും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കറുത്ത ശരീരമുള്ള മെലിഞ്ഞ വീട്ടുവേലക്കാരിയായ ഒരു സ്ത്രീ, അവരൊരു ക്രൈം ആരോപിക്കപ്പെട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നേരത്തെ ദിവ്യ പറഞ്ഞ നമ്മുടെ പലതരം ബാഗേജുകൾ, അത് പോലീസുകാരെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല, നമ്മൾ പലരും അതിൻ്റെ പല ഘടകങ്ങൾ എന്നിലുണ്ടാകാം, ദിവ്യയിലുണ്ടാകാം. ഒരു കറുത്ത നിറമുള്ള മെലിഞ്ഞ ദരിദ്രയായ വീട്ടുവേലക്കാരിയായ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാൾ പല നിലക്ക് ഒപ്രസ്ഡായിട്ടുള്ള തള്ളി മാറ്റപ്പെട്ടുള്ളൊരു ജീവിതമാണ്, അതൊരു ശരീരമാണത്. അത് പോലീസ് ഓഫീസേഴ്സ് അതിനോട് പെരുമാറുന്ന രീതിയുണ്ട്, അങ്ങാടിയിലാണെങ്കിൽ ആളുകൾ പെരുമാറുന്ന രീതിയുണ്ട്. ഒരാൾ അങ്ങനെ ഒറ്റക്കാരൻ ഇങ്ങനത്തെ ശരീരമുള്ള ഒരാളും അങ്ങനത്തെ അല്ലാത്തൊരു ശരീരമുള്ള ഒരാളും ഒരു ഓഫീസിൽ വരുന്നു, ഒരു സർക്കാർ ഓഫീസിൽ വരുന്നു വിചാരിക്കുക. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പരിഗണന ആരോടായിരിക്കും? നമുക്ക് നോക്കാവുന്നതാണ്. ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. നമ്മളൊരു ധാർമ്മിക ശൂന്യതയുടെ ഭാഗമായുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറം നിന്ന് കാര്യങ്ങളെ സമീപിക്കാൻ ബാധ്യതപ്പെട്ടുള്ള ആളുകളാണ് പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവർ ഭരണഘടനയും നിയമവും ഇതൊക്കെ പഠിച്ച് നമ്മളെ നികുതിപ്പണം ഉപയോഗിച്ച് അക്കാഡമികളിൽ പഠിച്ച് പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് പുറത്ത് വരുന്ന ആളുകളാണ് അവർ. പക്ഷേ അവർ ഈ പറഞ്ഞ ആക്ഷൻ ബ്യൂറോ ഹീറോ ബിജുവിലെ പോലീസുകാരനെ പോലെയാണ് പെരുമാറുന്നത്. അത് നമ്മളൊരുപാട് കാലം സംസാരിച്ചതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരിലേക്ക് അക്യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഈ മാലയുടെ ഉടമകൾ, ആ വീട്ടുകാർ. വളരെ പെട്ടെന്ന് അവർ വേറെ അന്വേഷണം ഒന്നുമില്ല, അവരുടെ ആദ്യത്തെ ഇതെന്താണ്? ഇവരായിരിക്കും. അതവർ പോലീസിനോട് പറയുന്നു. പോലീസ് അതങ്ങോട്ട് വിശ്വസിക്കുന്നു. പോലീസ് ഇവരെ ഒരു മോഷ്ടാവ് എന്നുള്ള നിലക്ക് ഇവരെ കാണുന്നു. മോഷ്ടാവിന് ലഭിക്കേണ്ട, മോഷ്ടാവാണെങ്കിൽ തന്നെ മോഷ്ടാവിന് ലഭിക്കേണ്ട റൈറ്റ്സ് ലഭിച്ചു വെച്ചാൽ വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ അവസാനം ഇതെല്ലാം തെളിയിക്കപ്പെട്ടതിന് ശേഷം നിഷാദ് പറഞ്ഞവർ ഔദാര്യത്തിൽ നിന്നാ പൊയ്ക്കോ എന്ന് പറയുന്നു. പേരൂർ കടയിൽ കണ്ടുപോരുന്നു പറയുന്നുണ്ട്. പേരൂർ കട നിന്നെ കണ്ടുപോരുന്നു പറയുന്നു. ഇത് പറയാൻ ഇവർക്ക് എന്തോ അവകാശം? ഇത് വളരെ സങ്കടമാണ്. പക്ഷെ ഇതിലൊരു ഞാൻ കാണുന്നൊരു ചെറിയൊരു പോസിറ്റീവ് ഘടകം, ഈ പോലീസുകാരൻ ഈ SI സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ശിക്ഷയല്ല, അത് മനസ്സിലാക്കണം. പക്ഷെ അതിനെങ്കിലും സന്നദ്ധമായി, അല്ലെങ്കിൽ കുറച്ച് ഇവരുടെ ഒരു പൊതുവെയുള്ള രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസ് അട്രോസിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ പിണറായിടാ ഇരട്ടച്ചങ്കം ഭരിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ്.